ആത്മാവിൻ്റെ അവതാര രൂപമാണ് മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളും ആത്മാവിനെ സ്പർശിക്കുന്ന പോലുമില്ല. ആത്മാവ് ഈ ശരീരം ഉപയോഗിച്ച് എക്സ്പീരിയൻസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റ് ജീവജാലങ്ങൾ ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്, അത് കെമിക്കൽ കോഡിംഗ് ആണ്. എന്നാൽ മനുഷ്യൻ അതിനേക്കാളും അഡ്വാൻസ്ഡ് വേർഷനായിട്ടുള്ള കോൺഷ്യസ്നെസ് ആണ്. മനുഷ്യബോധത്തിന് മനോന്മയ ലോകത്തിലൂടെയും വിജ്ഞാനമയ ലോകത്തിലൂടെയും സഞ്ചരിക്കേണ്ടതുണ്ട്. അങ്ങനെ സഞ്ചരിച്ചാണ് മനുഷ്യബോധം, ആത്മാവിൻ്റെ അവതാരമായ മനുഷ്യബോധം എക്സ്പീരിയൻസസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കാൻ ആവശ്യമായ എനർജി നമ്മൾക്ക് തരുന്നത് ജീവശക്തിയാണ്, ആത്മാവിൽ നിന്നുള്ള ജീവശക്തിയാണ്. ആ ജീവശക്തി നമ്മുടെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളും പ്രവർത്തിക്കാൻ ആവശ്യമായ എനർജിയും നമ്മളുടെ ബ്രെയിൻ പ്രവർത്തിക്കാൻ ആവശ്യമായ എനർജിയും നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ മനോന്മയ ലോകത്തിലൂടെ ദിവസവും സഞ്ചരിക്കുന്നുണ്ട്. വിജ്ഞാനപ്രദമായ അറിവുകൾ നേടാനായി വിജ്ഞാനമയ ലോകത്തിലൂടെയും സഞ്ചരിക്കുന്നുണ്ട്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മളുടെ എനർജി, ജീവ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനനുസരിച്ചിട്ടുള്ള അറിവുകളും നമ്മൾ സമ്പാദിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ അനാവശ്യമായി ജീവശക്തി വേസ്റ്റാക്കുന്നുണ്ട്. അങ്ങനെ നഷ്ടപ്പെടുന്ന ജീവശക്തി നമ്മളുടെ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി മൂലമാണ്. നമ്മൾ ഏത് വസ്തുവിനെയോ വ്യക്തിയെയോ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന അതേ നിമിഷം മനസ്സ് അനാവശ്യമായ ചിന്തകളിലേക്ക് കടക്കും. അങ്ങനെ അനാവശ്യമായ ചിന്തകളിലേക്ക് കടക്കുമ്പോൾ ശരീരം പ്രതികരിക്കും, ഫീലിങ്സ് ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഫീലിങ്സ് തുടരെ ആവർത്തിക്കുമ്പോൾ സൈക്കോളജിക്കൽ പ്രോബ്ലംസും ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ ജീവശക്തി ദിവസവും അനാവശ്യമായി ഒരുപാട് നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി വളരെ ചെറുതാണ്. എന്നാൽ നമ്മൾ വളരുന്നതനുസരിച്ച് നമ്മുടെ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റിയും നമ്മളുടെ അറിവിനനുസരിച്ചിട്ട് എക്സ്പാൻഡ് ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും അറിവിനനുസരിച്ചിട്ടാണ് നമ്മൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നത്. ഓരോ വിഷയത്തെക്കുറിച്ചും ശരിയും തെറ്റും എല്ലാത്തിനെക്കുറിച്ചും നമ്മൾ അറിയുന്നത്. പക്ഷേ ഈ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി നമുക്ക് ആവശ്യമില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഓഫ് ചെയ്ത് വെക്കാൻ പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ വെച്ചില്ല എങ്കിൽ നമ്മളുടെ ജീവശക്തി അനാവശ്യമായി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി നമ്മൾ ആവശ്യമുള്ളിടത്ത് മാത്രമാണ് ഉപയോഗിക്കേണ്ടതുള്ളൂ. ഇല്ല എങ്കിൽ നമ്മളുടെ ജീവശക്തി ഒരുപാട് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ ഒന്ന് തന്നെയാണ്. അതോടൊപ്പം അത് ആവശ്യമുള്ളിടത്ത് മാത്രം ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് ഒരു വ്യക്തി കടന്നു വരികയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആ നിമിഷം മനസ്സ് അനാവശ്യമായ ചിന്തകൾ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ആവശ്യമില്ലാതെ ജീവശക്തി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ വ്യക്തി നമ്മളുടെ അരികിൽ നിന്ന് പോയാൽ പോലും നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടേയിരിക്കും, മനസ്സിൻ്റെ ഉള്ളിൽ ആർഗ്യുമെൻറ്റ്സ് നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെയും നമ്മളുടെ ജീവശക്തി നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അനാവശ്യമായി നഷ്ടപ്പെടുന്ന ജീവശക്തിയെ നമ്മൾ തടഞ്ഞില്ല എങ്കിൽ ജീവശക്തി ഒരുപാട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അടുത്ത ജീവശക്തി റീസ്റ്റോർ ചെയ്യുന്നത് വരെ നമ്മൾക്ക് മറ്റൊരു ഫോഴ്സ് ഉപയോഗിക്കേണ്ടി വരും നമ്മൾക്ക് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാനായിട്ട്. ജീവശക്തി ഉപയോഗിച്ച് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മൾക്കൊരു പീസ്ഫുൾ സംതൃപ്തിയും സമാധാനവും ഒക്കെ സന്തോഷവും ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നുവെങ്കിൽ ജീവശക്തി നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ സഫറിങ്ങിലായിരിക്കും. കാരണം നമ്മൾ മറ്റ് ഫോഴ്സുകൾ ഉപയോഗിച്ചാണ് പിന്നെ സഞ്ചരിക്കുന്നത്. മറ്റ് ഫോഴ്സുകൾ എന്ന് പറയുമ്പോൾ മറ്റ് വ്യക്തികൾ, പെയിൻ ആൻഡ് പ്ലഷർ, അല്ലെങ്കിൽ മറ്റ് നമുക്ക് പ്ലഷർ തരുന്ന ഏതെങ്കിലും വസ്തുവിൻ്റെ അഡിക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ കടക്കും. അപ്പോൾ പെയിൻ ആൻഡ് പ്ലഷർ ഫോഴ്സാണ് നമ്മളെ നയിക്കുന്നത് എങ്കിൽ അതിലേക്ക് നമ്മൾ അഡിക്ഷൻ ആകുകയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും സഫറിങ് ആയിരിക്കും. നമ്മൾക്ക് സമാധാനവും സന്തോഷവും
എല്ലാം നഷ്ടപ്പെട്ട ഒരു ലൈഫായിരിക്കും നമ്മൾ. എന്തെല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഒരു സന്തോഷം അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഈ സന്തോഷമില്ലായ്മയും സഫറിങ്ങും നമ്മൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നതിൻ്റെ മെയിൻ റീസൺ നമ്മളുടെ ജീവശക്തി കുറയുന്നു എന്നുള്ളതാണ്. ജീവശക്തി എങ്ങനെയാണ് കുറയുന്നത്? നമ്മളുടെ അനാവശ്യമായ ചിന്തകളിലൂടെ, അനാവശ്യമായ സങ്കല്പങ്ങളിലൂടെ. ഈ ജീവശക്തിയാണ് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങളും ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളും പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം നൽകുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ബ്രെയിൻ പ്രവർത്തിക്കാൻ ആവശ്യമായ ഊർജ്ജം നൽകുന്നത്. പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനായി നമ്മളുടെ മനസ്സിന് ശക്തി നൽകുന്നത് എല്ലാം ജീവശക്തി തന്നെയാണ്. പക്ഷേ നമ്മൾ അനാവശ്യമായ സങ്കല്പങ്ങളും ചിന്തകളും ഒക്കെ ഉണ്ടാക്കി നെഗറ്റീവ് വൈബ്രേഷനിലുള്ള ഫ്രീക്വൻസിയിലേക്ക് ഡൗണായി കണക്റ്റ് ആകും. നമ്മളുടെ ജീവശക്തി ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നത് എങ്കിൽ ആ സമയത്ത് നമ്മൾ ഹൈ വൈബ്രേഷൻ ഫ്രീക്വൻസിയിലേക്കായിരിക്കും കണക്റ്റ് ആകുക. അപ്പോൾ നമ്മൾക്ക് സഫറിങ് അധികം ഉണ്ടായിരിക്കില്ല. നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികളും നമ്മളുമായിട്ട് ഉണ്ടാകുന്ന സാഹചര്യങ്ങളും എല്ലാം പോസിറ്റീവായി മാറും. നെഗറ്റീവ് വൈബ്രേഷനിലേക്ക് പോകുമ്പോൾ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന വ്യക്തികളും അതേപോലെ തന്നെ നമ്മളുമായിട്ട് കണക്ട് ചെയ്യുന്ന സാഹചര്യങ്ങളും എല്ലാം തന്നെ നെഗറ്റീവ് ആകാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയാൽ മതി നമ്മളുടെ ജീവശക്തി കുറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ ജീവശക്തിയെ അനാവശ്യമായി വേസ്റ്റ് ചെയ്യാതെ ഓരോ ദിവസവും ഉപയോഗിക്കേണ്ടതുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോൾ അല്പമായ ജീവശക്തി റീസ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അടുത്ത ദിവസം ഉണരുമ്പോൾ നമുക്കൊരു ഫ്രഷ്നെസ് അനുഭവിക്കുന്നത്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ അതും അല്പമാണ്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനേക്കാൾ കൂടുതലാണ് എങ്കിൽ നമ്മൾക്ക് പെയിൻ ആൻഡ് പ്ലഷർ ഫോഴ്സ് ഉപയോഗിച്ച് വേണം പിന്നീട് നമുക്ക് ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കാനായിട്ട്. ആ സമയത്ത് നമുക്ക് ഒരുപാട് സഫറിങ് എടുക്കേണ്ടി വരും. മറ്റുള്ള ഫോഴ്സുകളാണ് നമ്മളെ നയിക്കുന്നത് എങ്കിൽ മറ്റുള്ള ഫോഴ്സുകളുടെ ഒരു ആധിക്യം നമ്മളിൽ ഉണ്ടാവും. നെഗറ്റീവ് എനർജികൾ നമ്മളെ ഒരുപാട് സഫറിങ്ങിലേക്ക് കൊണ്ടുപോകും. നമ്മൾ ജീവശക്തി ആവശ്യത്തിന് നമ്മൾ റീഗെയിൻ ചെയ്യുകയാണ് എങ്കിൽ വീണ്ടും നമുക്ക് പോസിറ്റീവ് വൈബ്രേഷനിലേക്ക് നമ്മളുടെ ഫീലിങ്സ് എല്ലാം പോസിറ്റീവായിട്ട് ചേഞ്ച് ആകും, കൺവേർട്ടാകും. അപ്പോൾ മെയിനായിട്ട് നമ്മളുടെ ജീവശക്തി നഷ്ടപ്പെടാൻ റീസൺ നമ്മളുടെ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റിയാണ്. ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി നമ്മൾ ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടായിരിക്കില്ല. നമ്മൾ വളരുന്നതനുസരിച്ച് അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും ജഡ്ജ്മെൻറ്റ് ചെയ്യാൻ തുടങ്ങും. ആ സമയത്താണ് ഈ മനോന്മയ ലോകത്തിലൂടെ മനസ്സ് ആവശ്യമില്ലാതെ സഞ്ചരിക്കുന്നതും എനർജി നഷ്ടപ്പെടുന്നതും. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ളിടത്ത് മാത്രം ജഡ്ജ്മെൻറ്റ് നടത്തുക. ഒന്നിനെയും നമ്മൾ ജഡ്ജ്മെൻ്റ് ഇല്ലാതെ കാണാൻ ശ്രമിച്ചാൽ അതിനുള്ളിലുള്ള ആത്മചൈതന്യത്തെ ആയിരിക്കും നമ്മൾ അനുഭവിക്കുക. ജഡ്ജ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ നിമിഷം നമ്മളുടെ മനസ്സ് നെഗറ്റീവ് ഫീലിങ്സിലേക്ക് പോകും. അപ്പോൾ ആവശ്യമുള്ളിടത്ത് മാത്രം നമ്മൾ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി ഉപയോഗിക്കുക, ആവശ്യമില്ലാത്തടത്ത് ഓഫാക്കി വയ്ക്കുക. അങ്ങനെ ഓഫാക്കി വയ്ക്കുമ്പോൾ നമ്മൾക്ക് സമാധാനവും, മനസ്സ് അനാവശ്യമായി സഞ്ചരിക്കില്ല എങ്കിൽ സമാധാനവും സംതൃപ്തിയും അനുഭവിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജഡ്ജ്മെൻറ്റ് ക്വാളിറ്റി എവിടെ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, എപ്പോഴുപയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അത് നമ്മൾ തന്നെ സ്വയം അതിനൊരു ഡിസിഷൻ എടുത്ത് അതിനൊരു പരിഹാരം കാണേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.